ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് സർക്കുലർ മോഷനിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. അപ്പോൾ ആദ്യം തന്നെ എനിക്കൊരു ഒബ്ജക്റ്റ് കിട്ടുകയാണെങ്കിൽ എനിക്കതിനെ രണ്ട് രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാം, ശരിയല്ലേ? ഏതർ ഐ ക്യാൻ റൊട്ടേറ്റ് ഇറ്റ് വെർട്ടിക്കലി ഓർ ഐ ക്യാൻ റൊട്ടേറ്റ് ഇറ്റ് ഹൊറിസോണ്ടലി. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതിൽ തന്നെ വെർട്ടിക്കൽ സർക്കുലർ മോഷനാണ്. അതായത് ഞാനൊരു ഒബ്ജക്റ്റ് എടുത്ത് അതിനെ വെർട്ടിക്കലി റൊട്ടേറ്റ് ചെയ്യാണ്. സി യു നോ ദാറ്റ് when you rotate an object, it will be having definitely it will be having a bottom point, it will be having a top point and it will be having a mid point. അപ്പോൾ നമ്മൾ ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ ഇതിൽ ബോട്ടം പോയിന്റ് എ ആണ്, ആ ടോപ്പ് മോസ്റ്റ് പോയിന്റ് സി ആണ്, അതുപോലെ മിഡ് പോയിന്റ് ബി ആണ്. ഈ മൂന്ന് പോയിന്റുകളിലെയും ടോട്ടൽ എനർജി വിൽ റിമെയിൻ എ കോൺസ്റ്റന്റ് ആൻഡ് ഇറ്റ് വിൽ ബി കൺസേർവ്ഡ് ബിക്കോസ് ദാറ്റ് ഈസ് സെഡ് ബൈ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ശരിയല്ലേ? അപ്പോൾ ഈ മൂന്ന് പോയിന്റുകളിലും ഇറ്റ് വിൽ ബി ഹാവിങ് പൊട്ടൻഷ്യൽ എനർജി ആസ് വെൽ ആസ് കൈനറ്റിക് എനർജി. നൗ ഞാനിപ്പോൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന ലൈൻ, അതായത് എ ആണ് ഞാൻ റെഫറൻസ് ലൈൻ എന്ന് എടുക്കുന്നതെങ്കിൽ പോയിന്റ് എയിൽ പൊട്ടൻഷ്യൽ എനർജി വിൽ ബി സീറോ. കാരണം അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ പൊട്ടൻഷ്യൽ എനർജി മെഷർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പോയിന്റ് എയിൽ പൊട്ടൻഷ്യൽ എനർജി ഇല്ല. Now when you consider point C, potential energy will be maximum and that potential energy will be corresponding to a height of 2r. കാരണം നിങ്ങൾക്ക് അറിയാം റേഡിയസ് r ആണ്. സോ പോയിന്റ് എയിൽ നിന്നുള്ള ഹൈറ്റ് എത്രയാണ്? 2r ആണ്. ആൻഡ് ദസ് ദ പോയിന്റ് സി വിൽ ബി ഹാവിങ് മോർ പൊട്ടൻഷ്യൽ എനർജി ദാൻ പോയിന്റ് എ. അത് തന്നെ ആ പൊട്ടൻഷ്യൽ എനർജി ഗെയിൻ എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി കറസ്പോണ്ടിങ് ടു എ ഹൈറ്റ് ഓഫ് 2r. അതുപോലെ വെൻ യു കൺസിഡർ ദ മിഡ് പോയിന്റ് ബി, ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് എ ഹൈറ്റ് r. ആ മിഡ് പോയിന്റ് ബി ആ ബോട്ടം പോയിൻ്റായിട്ട് ഒരു ആർ ഹൈറ്റിലാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ മിഡ് പോയിന്റ് ബി ഈസ് ഓൾസോ ഹാവിങ് ആൻ ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി വിച്ച് ഈസ് കറസ്പോണ്ടിങ് ടു ആർ ഹൈറ്റ്. സോ വാട്ട് ഈസ് ദ ഗെയിൻ ഇൻ പൊട്ടൻഷ്യൽ എനർജി? പോയിന്റ് ബിയുടെ കേസിലാണെങ്കിൽ എം ജി എച്ച് ഈസ് ദ ഗെയിൻ ഇൻ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഇവിടെ ഹൈറ്റ് ആർ ആയതുകൊണ്ട് എം ജി ആർ ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി അറ്റ് പോയിന്റ് ബി. അതുപോലെ പോയിന്റ് സിയിലെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? എം ജി ഇൻറ്റു 2r. ഓക്കെ അല്ലേ? നൗ യൂസിങ് ദാറ്റ് വിൽ ബി കാൽക്കുലേറ്റിംഗ് ദ വെലോസിറ്റി അറ്റ് ഓൾ ദീസ് 3 പോയിൻറ്റ്സ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ദ ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഹിയർ ഈസ് പോയിന്റ് സി. ആ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ ഹൗ ടു കാൽക്കുലേറ്റ് ദ ടെൻഷൻ T2 ഈസ് ഈക്വൽ ടു mv2/r മൈനസ് എം ജി. ഇതെങ്ങനെയാണ് mv2/r മൈനസ് എം ജി എന്ന് കിട്ടിയത്? കാരണം mv2/r ഈസ് ആക്ടിങ് ഔട്ട്വേർഡ്സ്. അത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എപ്പോഴും എങ്ങോട്ടാണ്? ഇറ്റ് വിൽ ബി ആക്ടിങ് ഔട്ട്വേർഡ്സ്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ mv2/r ഈസ് ആക്ടിങ് ഔട്ട്വേർഡ്സ്. mv2/r ഈസ് ആക്ടിങ് ഔട്ട്വേർഡ്സ്. വെയിറ്റ് എപ്പോഴും താഴേക്കാണ്. സോ എം ജി ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ്. അപ്പോൾ എനിക്ക് എന്ത് പറയാം? ടെൻഷൻ T2 ഈസ് ഈക്വൽ ടു mv2/r മൈനസ് എം ജി, ശരിയല്ലേ? സോ അതിൽ നിന്ന് തന്നെ mv2/r ഈസ് ഈക്വൽ ടു T2 പ്ലസ് എം ജി. ഓക്കെ, റൈറ്റ്. അങ്ങനെയെങ്കിൽ ബോട്ടം മോസ്റ്റ് പോയിന്റിൽ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സി, ബോട്ടം മോസ്റ്റ് പോയിന്റ് ഇതാണ്. പോയിന്റ് എ ആണ് ബോട്ടം മോസ്റ്റ് പോയിന്റ്. ബോട്ടം മോസ്റ്റ് പോയിന്റ് എയിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എങ്ങോട്ടാണ്? സി, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ്. അത് mv1² ഡിവൈഡഡ് ബൈ r ആണ്. സോ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ദർ ഇസ് mv1²/r. വെയിറ്റും എങ്ങോട്ട് തന്നെയാണ്? വെയിറ്റും താഴേക്ക് തന്നെയാണ്. അത് എം ജി ആണ്. അപ്പോൾ എനിക്ക് എന്ത് എഴുതാം? യു ക്യാൻ റൈറ്റ് ദാറ്റ് T1 ഈസ് ഈക്വൽ ടു mv1²/r പ്ലസ് എം ജി. കാരണം വെയിറ്റും സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ഒരേ ഡയറക്ഷനിലാണ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈസ് ഓൾവേസ് ആക്ടിങ് ഔട്ട്വേർഡ്സ്. അതുപോലെ വെയിറ്റും താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. സോ ടെൻഷൻ T1 ഈസ് ഈക്വൽ ടു mv1²/r പ്ലസ് എം ജി. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയെങ്കിൽ mv1²/r ഈസ് ഈക്വൽ ടു T1 മൈനസ് എം ജി. ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ mv2²/r ഈസ് ഈക്വൽ ടു T2 പ്ലസ് എം ജി. ബട്ട് അറ്റ് ബോട്ടം മോസ്റ്റ് പോയിന്റ് എ mv1²/r ഈസ് ഈക്വൽ ടു T1 മൈനസ് എം ജി, ശരിയല്ലേ? ഓക്കെ, നൗ ഹൗ ടു കാൽക്കുലേറ്റ് ദ മിനിമം വെലോസിറ്റി അറ്റ് ടോപ്പ് പോയിന്റ് സി. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ മിനിമം വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാണ്. നമുക്കറിയാം അവിടെ ഇതൊരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് എ മിനിമം വെലോസിറ്റി. അങ്ങനെ അല്ല എങ്കിൽ എന്ത് പറ്റും? അതിൻ്റെ ടെൻഷൻ വിൽ ബിക്കം ആ ടെൻഷൻ എന്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല? ഒരു സർക്കിൾ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ സർക്കിൾ താഴെ വീഴും. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഏറ്റവും മിനിമം വെലോസിറ്റി അത് ടെൻഷൻ 0 ആയിരിക്കുന്ന പോയിന്റിലാണ്. സോ ഐ ക്യാൻ റൈറ്റ് 0 ഈസ് ഈക്വൽ ടു, വി ഹാവ് ഓൾറെഡി റിട്ടൺ mv2²/r ഈസ് ഈക്വൽ ടു T2 പ്ലസ് എം ജി ഓർ T2 ഈസ് ഈക്വൽ ടു mv2²/r മൈനസ് എം ജി. അപ്പോൾ ആ മിനിമം വെലോസിറ്റിയിൽ ടെൻഷൻ വിൽ ബി 0 അറ്റ് ദ ടോപ്പ് മോസ്റ്റ് പോയിന്റ്. സോ ഐ ക്യാൻ റൈറ്റ് 0 ഈസ് ഈക്വൽ ടു mv2²/r മൈനസ് എം ജി.
അല്ലെങ്കിൽ mv2 / r is equal to mg. അവിടെ തന്നെ m will be cancelled and v2 is equal to root gr. So that is the minimum velocity at the topmost point. അപ്പോൾ എനിക്ക് topmost പോയിന്റിലെ minimum velocity to complete that vertical circle എത്രയാണ് എനിക്ക് കിട്ടി. ഓക്കെ റൈറ്റ്. ഇനി മിനിമം വെലോസിറ്റി അറ്റ് ദ ബോട്ടം മോസ്റ്റ് പോയിന്റ് എ. നമുക്കറിയാം ബോട്ടം മോസ്റ്റ് പോയിന്റ് എയിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സും വെയിറ്റും ഒരേ ഡയറക്ഷനിലാണ്. അതുകൊണ്ട് തന്നെ mv1/r പ്ലസ് mg ഈസ് ഈക്വൽ ടു T1. ഇനി നമുക്ക് കൈനറ്റിക് എനർജി, നമുക്കറിയാം ടോട്ടൽ എനർജി ഈസ് ഓൾവേസ് എ കോൺസ്റ്റൻറ്റ്. ബോട്ടം പൊസിഷനിൽ എന്തില്ല? ബോട്ടം പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി ഇല്ല. കാരണം ആ ബോട്ടം പോയിൻ്റാണ് നമ്മൾ റെഫറൻസ് ലൈനായിട്ട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ പൊട്ടൻഷ്യൽ എനർജി ഇല്ല. ആൻഡ് ദ എൻറ്റയർ എനർജി ഈസ് കൈനറ്റിക് എനർജി. സോ ഐ ക്യാൻ റൈറ്റ് കൈനറ്റിക് എനർജി അറ്റ് ദ ബോട്ടം. I can write kinetic energy at the bottom is equal to kinetic energy at the top plus potential energy at the top. ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ എന്തൊക്കെയുണ്ട്? അതായത് പോയിന്റ് സിയിൽ, നിങ്ങൾ ഈ ഫിഗറിൽ പോയിന്റ് സിയിൽ എന്തുണ്ട്? കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ബട്ട് അറ്റ് പോയിന്റ് എ യു ആർ ഹാവിങ് ഓൺലി കൈനറ്റിക് എനർജി. അവിടെ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. അതുകൊണ്ട് എനിക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? You can write the equation as kinetic energy bottom is equal to kinetic energy top plus potential energy top. Now, what is the kinetic energy at bottom? A velocity v1 ആണെന്ന് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. So, half m v1 square is equal to half m v2 square plus mg into 2r. കാരണം നമുക്ക് ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാവും the height is corresponding to 2r. 2 റേഡിയസ് ഉണ്ട്, ശരിയല്ലേ? And you know that the potential energy equation is mgh. ഇവിടെ ഹൈറ്റ് 2r ആയതുകൊണ്ട് mg into 2r which is equal to 2mgr. ഓക്കെ അല്ലേ? So I can write half m v1 square is equal to half m v2 square plus mg into 2r, or half m v1 square is equal to half m v2 square. അപ്പോൾ v2 എന്താണ്? v2 is the velocity at the topmost point. ആ ടോപ്പ് മോസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി റൂട്ട് ജി ആർ ആണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ജി ആർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. റൂട്ട് ജി ആർ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ജി ആർ. സോ mgr/2 പ്ലസ് 2mgr. അപ്പോൾ എനിക്ക് എത്രയെന്ന് കിട്ടും? ഹാഫ് എം v1 സ്ക്വയർ ഈസ് ഈക്വൽ ടു mgr/2 പ്ലസ് 2mgr, അല്ലെങ്കിൽ 5/2 mgr. സോ ഹാഫ് ആൻഡ് ഹാഫ് വിൽ ബി ക്യാൻസൽ ആൻഡ് v1 ഈസ് ഈക്വൽ ടു റൂട്ട് 5gr. So I got the velocity at the bottommost point. Bottommost point velocity root 5gr ആണ്. Topmost point velocity root gr ആണ്. അപ്പോൾ ഇതിനിടയിലുള്ള ഒരു പോയിന്റും കൂടി ഇല്ലേ? പോയിന്റ് ബി ഉണ്ട്. സോ ഇൻ ഓർഡർ ടു കാൽക്കുലേറ്റ് ദ വെലോസിറ്റി അറ്റ് പോയിന്റ് ബി, അവിടെ നമ്മൾ എന്തെങ്കിലും യൂസ് ചെയ്യുമ്പോഴാണ് കൺസർവേഷൻ ഓഫ് എനർജി. സോ ഐ ക്യാൻ റൈറ്റ് EC ഈസ് ഈക്വൽ ടു, EC എന്ന് പറയുന്നത് ടോപ്പ് മോസ്റ്റ് പോയിന്റ് ആണ്. അവിടെ കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. സോ ഐ വിൽ റൈറ്റ് ഹാഫ് എം v2 സ്ക്വയർ പ്ലസ് 2mgr. കാരണം പോയിന്റ് സിയിലെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 2mgr ആണ് അല്ലേ? പോയിന്റ് ബിയിലെ പൊട്ടൻഷ്യൽ എനർജിയോ mgr ആണ്. കാരണം ഇവിടെ ഹൈറ്റ് ഈസ് ഈക്വൽ ടു r, അതുപോലെ ഇവിടെ ഹൈറ്റ് ഈസ് ഈക്വൽ ടു 2r. റൈറ്റ്? സോ ഐ ക്യാൻ റൈറ്റ് ഹാഫ് എം v2 സ്ക്വയർ പ്ലസ് 2mgr is equal to half m vb square plus mgr. vb എന്ന പോയിന്റിലെ വെലോസിറ്റിയാണ്, ബി എന്ന പോയിന്റിലെ വെലോസിറ്റിയാണ് നമ്മൾ വി ബി എന്ന് എടുത്തിരിക്കുന്നത്. സോ ദ കൈനറ്റിക് എനർജി അറ്റ് ദാറ്റ് പൊസിഷൻ ഈസ് ഹാഫ് എം വി ബി സ്ക്വയർ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദാറ്റ് പൊസിഷൻ ഈസ് mgr. ഓക്കെ അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ നമ്മൾ ഈ 2mgr, ഈ ഹാഫ് എം വി ബി സ്ക്വയർ, ഹാഫ് എം v2 സ്ക്വയർ, ആ v2 എത്രയെന്ന് എനിക്കറിയാം. v2 എത്രയാണ്? റൂട്ട് 5gr ആണ്. സോ റൂട്ട് 5gr ദ ഹോൾ സ്ക്വയർ ഈസ് 5gr. So 5gr/2 പ്ലസ് 2mgr. ഈ mgr അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് mgr. ആൻഡ് ദസ് യുവർ ആൻസർ ഈസ് 3/2 mgr ഈസ് ഈക്വൽ ടു ഹാഫ് എം വി ബി സ്ക്വയർ. ഓക്കെ, ഹാഫും ക്യാൻസൽഡ് ആയി. ആൻഡ് ദസ് യുവർ ആൻസർ ഈസ് വി ബി ഈസ് ഈക്വൽ ടു റൂട്ട് 3gr. അല്ലേ? അപ്പോൾ എനിക്ക് 3 പോയിന്റിലെയും മിനിമം വെലോസിറ്റി എത്രയാണെന്ന് കിട്ടി. ടോപ്പ് മോസ്റ്റ് പോയിന്റിലെ മിനിമം വെലോസിറ്റി എത്രയാണ്? ടോപ്പ് മോസ്റ്റ് പോയിന്റിലെ മിനിമം വെലോസിറ്റി വി സി ഈസ് ഈക്വൽ ടു റൂട്ട് ജി ആർ. അതുപോലെ വി എ എത്രയാണ്? വി എ ഈസ് ഈക്വൽ ടു റൂട്ട് 5gr. വി ബി എത്രയാണ്? ഈസ് ഈക്വൽ ടു റൂട്ട് 3gr. അപ്പോൾ 3 പോയിന്റിലെയും മിനിമം വെലോസിറ്റി എത്ര നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. റൈറ്റ്? നൗ വിൽ ഫൈൻഡ് ദ ടെൻഷൻ.
What is the minimum tension at the topmost point? Minimum tension at the topmost point. See, എപ്പോഴാണ് മിനിമം ടെൻഷൻ എന്ന് പറയുന്നത്? ടെൻഷൻ T is equal to 0. അത് എപ്പോഴാണ് സംഭവിക്കുന്നത്? mv2 square by r is equal to mg. അങ്ങനെയാണ് നമ്മൾ വെലോസിറ്റി v is equal to root gr എന്ന് കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ ആ T മിനിമം is equal to mv2 square by r മൈനസ് എം ജി. ആ v2 റൂട്ട് ജി ആർ ആണ്. ആൻഡ് യുവർ ആൻസർ ഈസ് 0. കാരണം v2 is equal to റൂട്ട് ജി ആർ. ശരിയല്ലേ? ഓക്കെ. അതുപോലെ വാട്ട് ഈസ് ദ മിനിമം ടെൻഷൻ അറ്റ് ദ ബോട്ടം മോസ്റ്റ് പോയിന്റ്? mv1 സ്ക്വയർ ബൈ ആർ പ്ലസ് എം ജി. കാരണം സെൻട്രി ഫ്യൂഗൽ ഫോഴ്സും വെയിറ്റും ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ മിനിമം ടെൻഷൻ എന്ന് പറയുന്നത് മിനിമം വെലോസിറ്റി ഉള്ളപ്പോഴുള്ള സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ കൂടെ വെയിറ്റ് ആഡ് ചെയ്താൽ മതി. ആ മിനിമം വെലോസിറ്റി എത്ര ആയിരുന്നു? എം ഇൻറ്റു ആ റൂട്ട് 5gr അല്ലേ? അത് സ്ക്വയർ ചെയ്യുമ്പം 5gr ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എം ജി. അപ്പോൾ 6 വേറെ ക്യാൻസലായി. 5mg പ്ലസ് എം ജി വിച്ച് ഇസ് ഈക്വൽ ടു 6mg. ഓക്കെ. അപ്പോൾ ടി മിനിമം അറ്റ് പോയിന്റ് സി ഈസ് ഈക്വൽ ടു 0. അതുപോലെ വാട്ട് ഈസ് ദ മിനിമം ടെൻഷൻ അറ്റ് പോയിന്റ് എ വിച്ച് ഇസ് ഈക്വൽ ടു 6mg. അപ്പോൾ എനിക്ക് എന്ത് എഴുതാം? ഓൾസോ ദ ടെൻഷൻ ഡിഫറൻസ് ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 6mg. ക്ലിയർ? ഓക്കെ. അപ്പോൾ നമ്മൾ ഈ കണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ എന്തൊക്കെ കണ്ടു? ദ മിനിമം വെലോസിറ്റി അറ്റ് ദ ബോട്ടം മോസ്റ്റ് പോയിന്റ് ഈസ് റൂട്ട് 5gr. ദ മിനിമം വെലോസിറ്റി അറ്റ് ദ ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഈസ് റൂട്ട് gr. ആൻഡ് ദ മിനിമം വെലോസിറ്റി അറ്റ് ദ മിഡ് പോയിന്റ് ഈസ് റൂട്ട് 3gr. അതുപോലെ ദ മിനിമം ടെൻഷൻ അറ്റ് ദ ടോപ്പ് മോസ്റ്റ് പോയിന്റ് സി ഈസ് 0. ദ മിനിമം ടെൻഷൻ അറ്റ് ദ ബോട്ടം മോസ്റ്റ് പോയിന്റ് ഈസ് 6mg. അതെങ്ങനെ കിട്ടി? റൂട്ട് 5gr ഇൻറ്റു റൂട്ട് 5gr സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. അത് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 5mg പ്ലസ് എം ജി. ദ ആൻസർ ഈസ് 6mg. അതുപോലെ ദ ടെൻഷൻ ഡിഫറൻസ് ഈസ് 6mg മൈനസ് 0 വിച്ച് ഈസ് ഈക്വൽ ടു 6mg. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് മാത്രമാണ് വെർട്ടിക്കൽ സർക്കുലർ മോഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. സിമ്പിൾ അല്ലേ? ഓക്കെ, ബൈ.